പക്ഷേ ഇങ്ങളെ ഔലിയാക്കന്മാരെ കോലം എന്താണെന്നറിയോ? ഇത് ബീരാൻ ഔലിയപ്പാപ്പ, അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയപ്പാപ്പ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന് ഇവരെ വെച്ച് വല്ല ബന്ധുണ്ടോ അത് കേൾക്കണമല്ലോ നമ്മൾ. ഇത് എഴുതിയത് KV മുഹമ്മദ് മുസ്ലിയാർ പന്തൂർ എന്ന ആളാണ്. പക്ഷെ ഇയാൾക്കുള്ള അംഗീകാരം നമ്മൾ അമ്പലക്കടവ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇയാളുടെ ദിക്കറ്, ഈ ഔലിയപ്പാപ്പാന്റെ ദിക്കറ്, യജ്ജാതി ഔലിയാക്കന്മാരെ നമ്മൾ എതിർക്കണമെങ്കിൽ മനസ്സിലായിക്കോളി. ഇയാളുടെ ദിക്കറ് കേട്ടോളി. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ കയ്യ ഇല്ലല്ലാ, ലാ കാല ഇല്ലല്ലാ. അർത്ഥം വെച്ചോ? ലാ കണ്ണ ഇല്ലല്ലാ, അല്ലല്ലാതെ കണ്ണില്ല. ലാ മൂക്ക ഇല്ലല്ലാ, അല്ലല്ലാതെ മൂക്കില്ല. ലാ കയ്യ ഇല്ലല്ലാ, അല്ലല്ലാതെ കയ്യില്ല. അല്ല കൊടുത്ത കണ്ണല്ലാതെ കണ്ണില്ല എന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഇലാഹ ഇല്ലല്ലാഹ് അല്ല കൊടുത്ത ഇലാഹല്ലാതെ ഇലാഹില്ല എന്ന് പറയേണ്ടി വരും. അല്ലല്ലാതെ ഇലാഹില്ല എന്നാ. ഇതേപോലെ ലാ കണ്ണ ഇല്ലല്ലാ, അല്ലല്ലാതെ കണ്ണില്ല. കണ്ണ് അല്ലയാണ്, കണ്ണ് അല്ലയാണ്. ഇങ്ങനെ കുറെ ഉണ്ട്. നേരമില്ലാത്തൊരു വായിക്കണില്ല. വേറെ കുറെ രസകരമായ കഥകൾ നീ പറയുന്നു. എന്താന്ന് ചോദിച്ചാല് പിന്നെ ഏതായാലും ഓടി വായിക്കുക. എന്താന്ന് വെച്ചാൽ ഇയാളുടെ അടുത്ത് കോയാക്കാണ്ട് ഈ പിന്നെ ഒരു കാക്ക ഈ ഔലിയപ്പാപ്പാന്റെ അടുക്ക് വന്നൂന്ന. അതിന്റെ ഇടക്ക് ഇയാളായിട്ട് വല്ല ബന്ധുണ്ടോന്ന് കേൾക്കണല്ലോ. അതൊന്ന് കേട്ടാൽ എന്താണ്? നമ്മൾ അമ്പലക്കടവ് ഹമീദ് ഫൈസി പറയാണ്, കേരളത്തിൽ സ്വീകാര്യരായ ത്വരീഖത്തിന്റെ മശായിഖുമാർ ആരൊക്കെ? പലേരി എണ്ണുണ്ട്. കൂട്ടത്തില് ബീരാൻ ഔലിയപ്പാപ്പ, ഈ രാക്കണ്ണ ഇല്ലെന്നല്ല ആള്. കേട്ടോളി. കേരളത്തിൽ തന്നെ നമ്മൾ ഇപ്പറഞ്ഞ തീരുമാനമെടുത്ത പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള, ഇന്ന് നമ്മുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ടവരാണ്. കേരളത്തിൽ തന്നെ എത്ര ത്വരീഖത്തുകളുണ്ട്. ലോകത്ത് തന്നെ അറിയപ്പെട്ട എത്ര ത്വരീഖത്തുകൾ എല്ലാം സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്നതാണ്. ഖാദിരിയ ത്വരീഖത്ത്, റിഫായിയ ത്വരീഖത്ത്, സുഹർവർദിയ ത്വരീഖത്ത്, ഷാദിലിയ ത്വരീഖത്ത്, നഖ്ശബന്ദിയ ത്വരീഖത്ത്, ചിശ്തിയ ത്വരീഖത്ത്, അംഗീകൃതമായ മനുഷ്യനെ സംസ്കരിച്ച് സമുന്നതനാക്കി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ പര്യാപ്തമായ യഥാർത്ഥ ത്വരീഖത്തുകൾ ലോകത്തെമ്പാടുമുണ്ട്. കേരളത്തിലും അത്തരം ത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ട ദിക്റുകളും വിറുതുകളും കൊണ്ടു നടക്കുന്ന ഒരുപാട് മഹാന്മാർ, അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മശായിഖുമാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ വലിയ മഹാനായിരുന്നു. മഹാനായിരുന്ന കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, മഹാനായ ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ബീരാൻ ഔലിയപ്പാപ്പ, ഈ നാട്ടുകാർക്ക് സുപരിചിതനാണ് അദ്ദേഹം. മഹാനായ അയൽക്കാട് സിറാജുദ്ദീൻ ഖാദിരി, വലേങ്കോട് മുഹമ്മദ് സാലിഹ് മൗല, നവ്വറല്ലാഹു മറാഖിദഹും, അവരുടെയൊക്കെ കബറിടങ്ങൾ അള്ളാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ദിക്റുകളും വിറുതുകളും കൊടുക്കുന്ന മഹാന്മാരായിരുന്നു. അതൊക്കെ സ്വീകരിച്ചവരാണ് നമ്മുടെ മുഴുവൻ ആലിമ്യങ്ങളും ബന്ധപ്പെട്ട പണ്ഡിതന്മാരായ ബീരാൻ ഔലിയപ്പാപ്പ. ആ അപ്പാപ്പാനെ ദിക്റാത് ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, എന്തെല്ലാം ഇല്ലല്ല പറഞ്ഞത്. കാണൊക്കെ ഇല്ലല്ല. കേട്ടോളിട്ടോ. ഇയാളെടുക്കല് കൊര പിടിച്ചിട്ട് ഒരാൾ വന്നു എന്നാണ് കഥ. കള്ളക്കഥ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാവും. എന്താണ്? എന്നിട്ട് ചുമ പിടിച്ച ആളോട് പറഞ്ഞു 9 ദിവസം ഉറങ്ങരുത്, 9 ദിവസം ഉറങ്ങരുത് എന്ന്. ചുമ പിടിച്ച ആളോട് 9 ദിവസം ഉറങ്ങരുത് എന്ന് കൂടി പറഞ്ഞുള്ള കഥകൾ ആലോചിച്ച് നോക്കണം. ഇരിക്കട്ടെ. 9ാം രാത്രി ഉപ്പാപ്പ പാതയ്ക്ക് എഴുന്നേറ്റപ്പോൾ കൂടെ കോയാക്കയും എഴുന്നേറ്റു. രാത്രി ഉപ്പാപ്പ ചോദിച്ചു, നീ ഉറങ്ങിയോ? ഉറങ്ങുന്ന ആൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഇങ്ങോട്ട് ഉറക്കം വരുന്നില്ലേ? എന്നെ കയറില്ലാതെ കെട്ടിയിട്ടിട്ട് ഇതാണോ ചോദ്യം? ഉറങ്ങരുത് അറിഞ്ഞ് നിർത്തിയല്ലേ, എന്നിട്ട് ഉറക്കം വരുന്നില്ലേ? കയറു നീ കൊണ്ടുവന്നില്ലല്ലോ, ഇനിയും വേണോ കയർ? ഇതിലും വലിയ കയറ് വേണോ? നിന്റെ കുര നിൽക്കാൻ പോകുന്നു, ഇരിക്കവിടെ. എന്തിനാ ഇരിക്കണത്? ദിക്റ് ചൊല്ലാൻ. എന്ത് ദിക്റ്? കേട്ടോളിട്ടോ. മഹാനായ ബീരാൻ ഔലിയപ്പാപ്പ കേട്ടോളി. ലാ കണ്ണ ഇല്ലല്ലാ, 100 വട്ടം ലാ കണ്ണ ഇല്ലല്ലാ. കൊര പിടിച്ചാൾ നട്ടപ്പാതയ്ക്ക് നീച്ചാണ്ട്. പിന്നെയോ ലാ മൂക്ക ഇല്ലല്ലാ, 1000. എണ്ണങ്ങനെ കൂടി പോവാണ്. 100 പോരെ? എങ്കിൽ 100 മതി. ഇനിയുണ്ടോ? ഉണ്ട്. 1000. പഠിച്ചവനെ ഇല്ലാത്ത കൊര ഇളകൂലേ. എന്നിട്ടോ എന്നിട്ടിങ്ങനെ പറയുന്നത് പറയാണ് 100 പോരെ? എങ്കിൽ 100 മതി. ഇനിയുണ്ടോ? ഉണ്ട്. ഏതാ? ലാ പല്ല ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, അല്ലല്ലാതെ പല്ലില്ല. മഹാനായ സമസ്ത അംഗീകരിച്ച ത്വരീഖത്തിന്റെ ശൈഖന്മാരെ ദിക്റാത് കേട്ടോളി.
ചതിച്ചു 100 പോരെ എങ്കിൽ 100 മതിയൊക്കെ പറഞ്ഞങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയണ്ട. വേറെണ്ടോ ഉണ്ട്? ലാഖാദ ഇല്ലല്ലാ, ചെവി അല്ലല്ല, ചെവില്ല. കൊന്നു 1000 പോരെ, 1000 എങ്കിൽ 1000. ഇനിയുണ്ടോ? ഉണ്ട്. ലാ നാക ഇല്ലല്ലാ, ലക്ഷം. ലാ നാക ഇല്ലല്ലാ, ലക്ഷം. എന്റെ ബദരീങ്ങളെ 1000 പോരെ, കൊല്ലാനാണോ? ആദ്യം ചുരുക്കും കുപ്പറുള്ളത് ഉള്ളത് എങ്കിൽ 1000 ആവട്ടെ. ഇനിയുണ്ടോ? ഉണ്ട്. എന്താ? ലാ പുക്കള ഇല്ലല്ലാ, പുരുഷന്മാരെ ഔറത്തിൽ ഒരു ഹദ്ദൈ. ലാ പുക്കള ഇല്ലല്ലാ. ആലോചിച്ചു ദിക്റാണ്, അല്ലല്ലാതെ പുക്കളില്ല. മഹമ്പോർത്തങ്ങളെ ചതിച്ചല്ലോ, കുര ഏറാനാണോ ഇയാൾക്ക് ഇപ്പോഴാ തോന്നുന്നത്? അല്ല, മാറാനാ. എന്തൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് ഇങ്ങനെ ഇഞ്ഞുണ്ടോ വെച്ചിട്ട് പറയുന്നുണ്ട്. എന്താ? ലാ തലവല വാല ഇല്ലല്ലാ, ലക്ഷം പെട്ടത് എഴുതിയോനതറിയില്ല. ലാ തലവല വാല ഇല്ലല്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ജാതി താരിയും പാലില്ലാത്ത ദിക്റ് ഇതിനെ നിർത്ത പറയും. കണ്ടോ ഔലിയാക്കന്മാരെ താറടിക്കുന്നു. ഇതല്ലേ താറടിക്കൽ? ഇതല്ലേ ഔലിയാക്കന്മാരെ ജനമധ്യത്തിലിട്ട് താറടിക്കൽ? ഇവിടെ വന്ന അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി കുറ്റിയാരെ ചോദിക്കട്ടെ, ഇതല്ലേ താറടിക്കൽ? ഈ ഔലിയപ്പാപ്പായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അമ്പലക്കടവിന് നിങ്ങൾ എന്താ കാട്ടുക? മൂപ്പരല്ലേ പറഞ്ഞു മഹാനായ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ബീരാൻ ഔലിയപ്പാപ്പാനെ പരിചയപ്പെടുത്തിയത്? സമസ്ത അംഗീകരിച്ച ത്വരീഖത്തിന്റെ ശൈഖന്മാരെ പരിചയപ്പെടുത്തിയത്. അല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കൂ. നമ്മളാ ശൈഖന്മാരെ താത്തുന്നത്? നിങ്ങളാണ്. ഇനി കുറെ ഉണ്ട്, നേരമില്ലാത്തതുകൊണ്ടാണ്. ലാ കൊര ഇല്ലല്ലാ, അവസാനം ഇയാളോട് ലാ കൊര ഇല്ലല്ലാ. അങ്ങനെ പല ജാതി ഉണ്ട്. പോട്ടെ. അപ്പൊ സഹോദരങ്ങൾ, അതാണ് അതിന്റെ കോലം.